പ്രിയപ്പെട്ടവരെ, ഭാഗിക ദണ്ഡവിമോചനങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. ഈ നാളുകളിൽ കുഴഞ്ഞു വീണ് മരിക്കുക, അതുപോലെ തന്നെ പലരും സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക്, ആക്സിഡൻറ്റ്സ് കൂടിക്കൂടി വരുന്ന ഈ കാലഘട്ടത്തിലെ ദണ്ഡവിമോചനങ്ങളിലൂടെ നമ്മൾ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി, നിത്യജീവൻ ലക്ഷ്യമാക്കി ഒരുമിച്ച് കൂട്ടായ്മയോടെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ്. എല്ലാവരും ഇപ്പോൾ നമ്മൾ യേശുവിൻ്റെ തിരുനാമ ലുത്തിനിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അതിനുശേഷം സങ്കീർത്തനങ്ങൾ 130 അതുപോലെ മറ്റൊരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. പ്രിയപ്പെട്ടവരെ, ഭക്തിപൂർവ്വം നമുക്ക് ഈ യേശുവിൻ്റെ തിരുനാമ ലുത്തിനിയയിൽ നമുക്കിപ്പോൾ പങ്കുകൊള്ളാം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യേശ്വരേ, യേശുവിൻ്റെ മുൻപിൽ യേശു നാമം ഉച്ചരിച്ചുകൊണ്ട് യേശു നാമലുത്തിനിയ ഭാഗിക ദണ്ഡവിമോചനം പ്രാപിക്കാനായിട്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രകാശത്തിന്റെ കതിരായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സൂര്യനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, മറിയത്തിന്റെ കുമാരനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്നേഹത്തിന് യോഗ്യനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിഷയമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവത്തിന്റെ പിതാവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആലോചനകളുടെ ദൂതനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിയുള്ളവനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ക്ഷമയുള്ളവനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുസരണയുള്ള ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശാന്തശീലനും ഹൃദയ എളിമയുള്ളവനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വ്യക്തിയെ സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പ്രിയനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആയുസ്സിന് കാരണമായിരിക്കുന്ന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മാക്കളെ കുറിച്ച് ശുഷ്കാന്തിയുള്ള ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ദൈവമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സങ്കേതമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പിതാവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇടയനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രകാശമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജ്ഞാനമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇല്ലാത്ത നന്മ സ്വരൂപിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വഴിയും ജീവനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആരാധകരുടെ സന്തോഷമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, യാത്രക്കാരുടെ രാജാവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭക്തന്മാരുടെ ഗുരുവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശേഷരുടെ ഉപാധ്യായനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സാക്ഷികൾക്ക് ശക്തിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പ്രകാശമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വിശുദ്ധിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ബന്ധുവാന്മാരുടെയും കിരീടമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദയാവരനായിരുന്ന് കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, ദയാവരനായിരുന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, സകല തിന്മകളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, പിശാചിന്റെ കെണികളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, മോഹാശയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, മരണത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ദിവ്യ പ്രേരണകളെ അവഗണിക്കുന്നതിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, പിറവിയെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ബാലപ്രായത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ജീവിതത്തെ കുറിച്ച് കർത്താവേ
കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. സഹനങ്ങളെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഉയർപ്പിനെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ആരോഹണത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. സന്തോഷത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമയെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. പാപങ്ങളെ നീക്കുന്ന ദിവ്യചന്ദ്രൻ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോകപാപങ്ങളെ നീക്കുന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോകപാപങ്ങളെ നീക്കുന്ന കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. ചോദിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നരുൾ ചെയ്ത കർത്താവ് ഈശോമിശിഹായെ അങ്ങേ പൂർണ്ണ ഹൃദയം കൊണ്ടും വചനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്നേഹിക്കാനും സദാ അങ്ങയെ സ്തുതിക്കുവാനുമായി അങ്ങേ ദിവ്യ സ്നേഹത്തിന്റെ ദാനം ഞങ്ങൾക്ക് തന്നരുളണമേ. കർത്താവെ, അങ്ങേ തിരുനാമത്തിന്മേലുള്ള ഭയവും സ്നേഹവും സദാ ഞങ്ങളിലുണ്ടാകുവാൻ കൃപ ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങേ സ്നേഹത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നവരെ എപ്പോഴും അങ്ങ് പരിപാലിച്ചു വരുന്നു. കാലാകാലത്തോളം ഭരണം നടത്തി വരുന്നവനെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മൾ ചൊല്ലിയത് യേശു നാമലുത്തിരിയ ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുകയാണ്. അത് നമ്മൾ വിശുദ്ധിയിലായിരുന്ന് പൂർണ്ണ ദണ്ഡവിമോചനത്തിനാണ് നമ്മൾ കുമ്പസാരം, പരിശുദ്ധ കുർബാന, മാർപ്പാപ്പയ്ക്ക് അടുത്ത ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ ഒരു ത്രേത്യസ്തുതി ചൊല്ലുന്നത്. ഇത് നമ്മൾ ചെയ്തത് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ മോചനം, കടങ്ങളുടെ പൊറുതി. ഇത് രണ്ടും രണ്ടാണ് പ്രിയപ്പെട്ടത്. അപ്പൊ നമ്മൾ രണ്ട് സങ്കീർത്തനങ്ങളാണ് ഭാഗിക ദണ്ഡവിമോചനം. ഒന്ന് സങ്കീർത്തനം 130, 2 സങ്കീർത്തനം 51 നമ്മൾ ഒരുമിച്ച് ചൊല്ലുന്നു. വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ചുംബിച്ച് നമ്മൾ സങ്കീർത്തനങ്ങൾ 130 അഗാധത്തിൽ നിന്ന് എന്നാണ്. അപ്പൊ നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെയും കൂടി ഇവിടെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കണം. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എന്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവരുടെ അകൃത്യങ്ങളിൽ നിന്നും അവിടുന്ന് മോചിപ്പിക്കുന്നു. അടുത്തതായി നമ്മൾ സങ്കീർത്തനങ്ങൾ 51. ഈ 2 സങ്കീർത്തനമാണ് നമുക്ക് തിരുസഭ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അടുത്തത് സങ്കീർത്തനങ്ങൾ 51 നമ്മൾ ഭക്തിപൂർവ്വം ഉരുവിട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഭാഗികമായ ദണ്ഡവിമോചനം സ്വീകരിക്കുകയാണ്. ചെയ്തു പോയ പാപത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കായി ഭാഗികമായ ദണ്ഡവിമോചനം. സങ്കീർത്തനങ്ങൾ 51 നമുക്കറിയാം. ദൈവമേ കനിയണമേ. നമ്മൾ ദാവീദ് മഹാരാജാവ് പാപം ചെയ്ത് കർത്താവിന്റെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചതാണ്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അകൃത്യം കളയണമേ. എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം
നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തുകളയുമരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. പ്രസാദിച്ചു സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. യേശുവേ, നന്ദി നന്ദി ആരാധന. യേശു 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 യേശു